ഒന്നിനു പിറകെ ഒന്നായി 2 കൊലപാതകങ്ങൾ ചെയ്ത പുള്ളിയാണെന്നല്ലേ കോടതിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഭയങ്കര അപകടകാരിയാണത്രേ. അപകടകാരികൾ നല്ല സ്വാതന്ത്ര്യത്തോടെ 2 കൈയും വീശി ഞെളിഞ്ഞു നടക്കുന്നു. നരേന്ദ്രൻ എങ്ങനെ ഇരിക്കുന്നു മോളെ? കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാലും ധൈര്യത്തിനൊന്നും ഒരു കുറവുമില്ല. കുറ്റം ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? ഓഹോ, തിരിച്ചെത്തിയല്ലേ? കണ്ണൂരാണോ കന്യാകുമാരിയാണോ പോയെന്ന് ആർക്കറിയാം? എവിടെയാണെന്നും ആരുടെ കൂടെയാണെന്നും എന്തിനാണെന്നും ഒന്നും ആർക്കും അറിയില്ലല്ലോ. എന്ത് വർത്താനം അടി നീ? ഞാനൊന്ന് പറഞ്ഞോട്ടെ മുഴുവൻ. ഞാനൊരു വീട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നാളെ അത് പോയി കാണണം. അതിഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനർത്ഥം വേറെയാ. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എവിടെ എത്തി അർജുനേട്ടാ? ആ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാ. എത്തിയോ? കാണുന്നില്ലല്ലോ. ആ, കണ്ടു. ഓക്കെ. ഇവിടെ വെയിറ്റ് ചെയ്യണം, ഞാനിപ്പോ വരാം. ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ. ഡ്രൈവർക്ക് ചെവി ഇത്തിരി കൂടുതലാണ്, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. തമ്പിസാനെ കാണാൻ പോയിട്ട് എന്തായി? കണ്ടു. നീതി കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. എല്ലാ തെളിവുകളും അദ്ദേഹത്തിനെതിരാണല്ലോ. പോലീസും രാഷ്ട്രീയക്കാരും ക്രിമിനൽസും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ഉണ്ടാക്കിയെടുത്ത കേസല്ലേ. ജാമ്യം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് പുറമേ ഏതെങ്കിലും നല്ല വക്കീലിനെ കൊണ്ടുവന്നാലോ? അതായത് സുപ്രീം കോർട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാവില്ല സുധീഷേ. പോലീസ് കോടതിക്ക് മുമ്പിൽ വെച്ച കുറ്റപത്രം അത്രയ്ക്ക് ശക്തമാണ്. മുംബൈ അധോലോക ബാക്ക്ഗ്രൗണ്ട്, 2 കൊലപാതകം പോരെ? അപ്പോ വിചാരണ നടക്കുന്ന കാലം മുഴുവൻ ജയിലിൽ കഴിയണം. വേണ്ടിവരും. വിചാരണ തീരാൻ 10 വർഷം എടുത്താലോ? അത്രയും നാള് ജയിലിൽ കിടക്കണം. കുറ്റക്കാരനല്ലാന്ന് കണ്ട് കോടതി വെറുതെ വിട്ടാലോ? അനുഭവിച്ച അപമാനത്തിനും ജയിൽ ശിക്ഷയ്ക്കും നഷ്ടപരിഹാരം കിട്ടും. ഇല്ല, അതല്ലേ നമ്മുടെ രാജ്യത്തെ നിയമത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. നരേന്ദ്രൻ തമ്പി എന്താ പറയുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അത് പറയാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്. കമ്പനി പൂട്ടിയിടാൻ അദ്ദേഹം പറഞ്ഞു. കമ്പനി സമരം നടക്കല്ലേ, പിന്നെ എങ്ങനെ പൂട്ടും? അങ്ങനെ പൂട്ടാനല്ല, നമ്മൾ ആദ്യം കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ ഓർഡർ സംഘടിപ്പിക്കണം. അതായത് സമരം ഒത്തുതീർപ്പാവുന്നതുവരെ കമ്പനിയുടെ കെട്ടിടങ്ങൾക്കുള്ളിലോ കോമ്പൗണ്ടിലോ കയറുന്നതും വസ്തുവകകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്നതും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള സ്റ്റേ ഓർഡർ. പോലീസ് പ്രൊട്ടക്ഷനും ആവശ്യപ്പെടണം. അതുകൊണ്ട് തമ്പിസാർ എന്താ ഉദ്ദേശിച്ചത്? കമ്പനി നശിപ്പിക്കാൻ ഒരു സാധ്യതയുണ്ട്. മെഷീനറിയൊക്കെ തകർത്ത് ഗോഡൌൺ ഒക്കെ തീവച്ച് അങ്ങനെ. സമരക്കാരെ ഗേറ്റിന് പുറത്തു നിർത്തിക്കഴിഞ്ഞാൽ നശീകരണം നടക്കില്ലല്ലോ. പക്ഷെ അവർ ഇടിച്ചു കയറുമല്ലോ. കമ്പനിയുടെ കെട്ടിടങ്ങളും ഗേറ്റുകളും നല്ല 1-ാം തരം താഴിട്ട് പൂട്ടണം. അതിന് സമരക്കാർ സമ്മതിക്കോ? രാത്രിയിൽ സമരക്കാരില്ലല്ലോ, നമ്മൾ രാത്രിയിൽ അത് ചെയ്യണം. രാവിലെ സമരക്കാർ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ പോലീസിനെ വിളിക്കണം. പോലീസ് വന്ന് കോടതിയുടെ സ്റ്റേ ഓർഡർ എടുത്ത് കാണിക്കണം. അതോടെ മുരളീകൃഷ്ണന്റെ പ്ലാൻ പൊളിയും. ഇന്ന് രാത്രി തന്നെ ചെയ്യണോ? അത് അതിനു മുൻപ് സ്റ്റേ ഓർഡർ വാങ്ങണമല്ലോ. അത് ഞാനേറ്റു. ഹൈക്കോടതിയിൽ നല്ല 1-ാം തരം അഡ്വക്കേറ്റ്സ് ഉണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സാ. ഇന്ന് എന്നെ കൺസൾട്ട് ചെയ്ത് വേണ്ടത് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ടോപ്പ് സീക്രട്ടാ. അദ്ദേഹം ചിലപ്പോ ജയിലിൽ നിന്ന് ചാടാൻ സാധ്യതയുണ്ട്.
ജയിലിലാടാനോ? അതത്ര എളുപ്പമാണോ? അതെനിക്ക് അറിഞ്ഞൂടാ അർജുനേട്ടാ. ഒന്ന് മാത്രമേ എനിക്കറിയൂ. അതല്ലാതെ അദ്ദേഹത്തിന് മുൻപിൽ വേറൊരു വഴിയില്ല. സ്വന്തം നിരപരാധിത്വം തെളിയിക്കണം. യഥാർത്ഥ കുറ്റവാളികളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും വേണം, തെളിവ് സഹിതം. അതൊന്നത്ര ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ. അദ്ദേഹം വിചാരിച്ചാൽ നടക്കും, എനിക്ക് ഉറപ്പാ. എങ്ങനെയെന്ന് ചോദിച്ചാ എനിക്കറിഞ്ഞൂടാ. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാനത് കണ്ടു. എനിക്ക് മനസ്സിലായി അദ്ദേഹം അത് ചെയ്തിരിക്കും. അമ്മു, വലിയ അപകടമല്ലേ അത്? പോലീസ് പിടിച്ചാ പിന്നെ ഒരിക്കലും. എല്ലാം അറിയാവുന്ന ആളല്ലേ, ഞാൻ അങ്ങനെ സമാധാനിക്കുക. എനിക്കൊരു ഉപകാരം ചെയ്യൂ. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് രജിസ്ട്രേഷൻ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതെന്തിനാ ബൈക്ക്? പുറത്തു വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും. കുറച്ച് നമ്പർ പ്ലേറ്റുകളും തയ്യാറാക്കി വെക്കണം. ആരുടെ പേരിൽ വാങ്ങണം? ആരുടെയും പേരിലേക്ക് മാറ്റണ്ട. ആരുടെ പേരിലാണോ അങ്ങനെ തന്നെ മതി. പിന്നെ എന്നോട് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞു. 2 വീലറും 4 വീലറും, അതും എത്രയും പെട്ടെന്ന്. അതെന്തിനാ? എന്നെ കൊണ്ട് ആവശ്യം വരുമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടി അതൊന്ന് അറേഞ്ച് ചെയ്യണേ. എനിക്കത് പഠിച്ചേ പറ്റൂ. അത് സാരമില്ല. ഒരു സ്കൂട്ടി വാങ്ങുകയും വേണം. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അത് ഞാൻ എൻ്റെ പേരിൽ വാങ്ങിച്ചോളാം. അപ്പൊ രണ്ട് കൽപ്പിച്ചല്ലേ? തമ്പി സാറ് ജയിൽ എസ്കേപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഫാക്ടറിയുടെ വാതിൽ പൂട്ടി, ഗോഡൗണിന്റെ വാതിൽ പൂട്ടി, ഓഫീസിന്റെ വാതിലും പൂട്ടി. ഇനി ഗേറ്റും കൂടെ പൂട്ടിയാൽ മതിയല്ലോ. സമരായന്റെ സെക്യൂരിറ്റിക്കാർ പോലും സ്ഥലം വിട്ടു. സുധീഷേ, ഗേറ്റ് നമുക്ക് അകത്തുനിന്ന് പൂട്ടാം. വാ, ഇനി നമുക്ക് പുറത്തിളക്കാം. മതിലിന്റെ ആ ഭാഗത്ത് ഉയരക്കുറവുണ്ട്. വരും. അമ്മുനെ അറിയിക്കണ്ടേ? അത് ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് പറഞ്ഞോളാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പോവാം. അവരോട് വരാൻ പറ. എടോ, നരേന്ദ്രൻ തമ്പിയുടെ വൈഫ്. ഇയാൾക്കൊന്നും വെളിവില്ലേ? May I come in, sir? Yes, coming. Good morning, sir. ഗുഡ് മോർണിംഗ്. പുതിയ ഭാര്യ എന്താണ്? പറയാം, ഒന്നിരുന്നോട്ടെ. സർ, ഇത്തവണ പരാതിയൊന്നുമല്ല, ഒരപേക്ഷയാ. എന്തപേക്ഷ? ഞങ്ങളുടെ കമ്പനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. എന്തു പറ്റി നിങ്ങളുടെ കമ്പനിക്ക്? സർ, അവിടെ തൊഴിലാളി സമരം നടക്കുക. അങ്ങനെ സമരം നടക്കുന്നിടത്തെല്ലാം പോലീസിനൊന്ന് കാവൽ നിൽക്കാൻ പറ്റുമോ? എന്താ ഇത്? കോർട്ട് ഓർഡറാണ് സർ. കോർട്ട് ഓർഡറോ? സമരം അക്രമാസക്തമാവാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേക്ക് അപേക്ഷ കൊടുത്തു.
അതായത് ചില കുൽസിത ശക്തികൾ കമ്പനിയുടെ ഗേറ്റും മതിലും തകർത്ത് അകത്ത് കയറാൻ സാധ്യതയുണ്ടെന്ന്. അതുമാത്രമല്ല, സമരത്തിന്റെ മറവിൽ കമ്പനിയുടെ വിലപിടിപ്പുള്ള മിഷനറികളും മറ്റുപകരണങ്ങളും കടത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് സ്റ്റേക്ക് അപ്ലൈ ചെയ്തത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഇന്നലെ രാത്രി ഞങ്ങൾ കമ്പനിയുടെ ഗേറ്റും ഫാക്ടറിയുടെ ഗേറ്റും താഴിട്ട് പൂട്ടി. സ്റ്റേ ഓർഡർ അനുസരിച്ച് ഇനി ആർക്കും കമ്പനി കോമ്പൗണ്ടിനുള്ളിൽ അതിക്രമിച്ച് കയറാനോ കമ്പനിയുടെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കാനോ അധികാരമില്ല. കമ്പനിയുടെ നിലവിലുള്ള സ്ഥിതി എന്താണോ അത് സമരം ഒത്തുതീർപ്പാവുന്നതുവരെ തുടരണമെന്നാണ് സ്റ്റേ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത്. കമ്പനിയുടെ നിലവിലുള്ള സ്ഥിതി ബോധ്യപ്പെട്ട് അതിന് കോട്ടം വരാതെ നോക്കേണ്ട ചുമതല പോലീസിനുള്ളതാണെന്നും വേണ്ടി വന്നാൽ കമ്പനിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും സ്റ്റേ ഓർഡറിൽ പരാമർശിച്ചിട്ടുണ്ട്. അതല്ല, സ്റ്റേ എന്തിനുള്ളതാണെന്ന് മനസ്സിലായില്ല, അത് പറയൂ. അവകാശ തർക്കം പറഞ്ഞ് ആരെങ്കിലും കമ്പനി കയ്യേറുന്നതിനും ഫാക്ടറിയോ ഓഫീസോ പ്രവർത്തിപ്പിക്കുന്നതിനും കമ്പനി വക അക്കൗണ്ടോ പ്രോപ്പർട്ടിയോ മെഷീനറിയോ ഉപയോഗിക്കുന്നതിനെതിരെയാണ് സ്റ്റേ ഓർഡർ. ഓക്കെ, കമ്പനിയുടെ നിലവിലുള്ള സ്ഥിതി എന്താണ്? അത് താങ്കൾ തന്നെ ചെന്ന് കണ്ട് ബോധ്യപ്പെടണം. സ്റ്റേ ഓർഡർ കിട്ടിയതിന് ശേഷം ഞങ്ങൾ കമ്പനിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിലുള്ള ഫോട്ടോസും വീഡിയോസും എടുത്തു വച്ചിട്ടുണ്ട്. അതിനെന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ പോലീസിന്റെ അനാസ്ഥ മൂലമായിരിക്കും അത്. അതായത് സാറിന്റെ ചുമതല. മനസ്സിലായി. കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട. എവരുടെ കമ്പനിക്ക് ഞാൻ പോയി കാവൽ കിടക്കണം അല്ലേ? അങ്ങനെയില്ല സർ. അവിടുത്തെ ക്രമസമാധാന നിലയ്ക്ക് കോട്ടം വരരുതെന്നേ ഉള്ളൂ. കമ്പനിയുടെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ആരും കടത്തിക്കൊണ്ടു പോകാതെ നോക്കേണ്ടതും ഫാക്ടറിക്ക് തീ വയ്ക്കാതെ നോക്കേണ്ടതും വില്ലേജ് ഓഫീസർ അല്ലല്ലോ. ശമ്പളം കൊടുത്ത് പോലീസിനെ വെച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടിയല്ലേ? എന്നെ പഠിപ്പിക്കുകയാണോ പോലീസിന്റെ ജോലി എന്താണെന്നും എങ്ങനെ ചെയ്യണമെന്നും? അല്ല, സാറിന്റെയൊക്കെ പെരുമാറ്റം കണ്ടാ തോന്നും പോലീസ് സംരക്ഷണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഔദാര്യമാണെന്ന്. ഞങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന നികുതിപ്പണം തന്നെയാണല്ലോ നിങ്ങളുടെയൊക്കെ ശമ്പളം. ഓഹോ, നിങ്ങളുടെ ഞാൻ എന്തുമാത്രം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് തിരിച്ചങ്ങ് നന്നേക്കാം. പറഞ്ഞാട്ടെ, എത്ര അടങ്ങരി വരും? ഞാനിവിടെ ഇരുന്നാൽ ശരിയാവില്ല. സ്റ്റേഷന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇറങ്ങുകയാണ് സർ. താങ്ക് യു. അവർക്കെന്താ എത്ര ചൂട്? പോലീസ് എന്താ അവരുടെ കളിപ്പാവയാണോ? ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ. പാലും വെള്ളവും കുടിക്കുന്നവരല്ല ഈ നാട്ടിലെ മനുഷ്യന്മാരല്ല. അവരുടെ അനുഭവങ്ങൾ അങ്ങനെയാണ് ചന്ദ്രഹാസൻ. 2 കൊലപാതക കേസാ അവരുടെ ഭർത്താവിന്റെ തലയിൽ. 2നും അയാൾ ഉത്തരവാദിയുമല്ല. ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാവും ക്രിമിനൽസും കൂടി അയാളുടെ തലയിൽ വെച്ചു കൊടുത്തതാ. ജാമ്യം പോലും കിട്ടിയിട്ടില്ല. അവരുടെ വീടും കമ്പനി ഓഫീസ് റെയ്ഡ് ചെയ്തു. എന്തിനാ? അതും ഒരു കള്ളക്കളിയായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. ഇനി അവരുടെ ഭർത്താവിന്റെ സ്വത്ത് കൈവശപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. താങ്കൾക്കെല്ലാം അറിയാലോ. ആ സ്ത്രീ ഇത്രയും അമർഷവും ദോഷവും കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ എന്തായാലും പോയെന്ന് നോക്കട്ടെ. നോക്കണം ചന്ദ്രഹാസൻ, അതൊരു സാമാന്യ നീതിയാ. നിർത്താൻ ആരാടാ ഈ ഗേറ്റ് പൂട്ടിയിട്ടത്? മാനേജ്മെന്റിന്റെ പണിയാ, ഉറപ്പല്ലേ? ഇത് രാത്രി കല്ലെടുത്തോണ്ടോടാ, ഈ പൂട്ടടിച്ച് പൊട്ടിക്കട്ടെ. പൂട്ട് പൊളിക്കാതിരിക്കാൻ അകത്തുനിന്ന് താഴോട്ട് പൂട്ടിയിരിക്കുന്നേ. അകത്തൊന്ന് പൂട്ടിയാൽ നമ്മളത് തകർക്കും. ചാറാ പോലീസ് വരുന്നു. പോലീസ് വരുന്നു. ആരും മാർക്ക് കൊടുക്കരുത്. ഇവിടെ എന്താ പ്രശ്നം? നീ കൽപ്പണിക്കാരനാണോടാ? അല്ല,
കല്ല് താഴെ ഇടറാ. എടാ നിന്നോടാ പറഞ്ഞ കല്ല് താഴെ ഇടാൻ. കല്ല് താഴെ ഇടാ കഴിവട മോനെ. ആരടാ ഗേറ്റ് ചാടി അകത്ത് കിടന്നത്? ആരടാ? സാറേ, ഇത് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാ. ഇന്നലെ രാത്രി വന്ന ആരോ ഗേറ്റ് പൂട്ടിയിട്ട് പോയി. നിങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? പണി മുടക്കിട്ട് ഇപ്പൊ എത്ര ദിവസമായടാ? കമ്പനി പൂട്ടിയിട്ടാ പിന്നെ ഞങ്ങൾ എങ്ങനെ സമരം ചെയ്യും? നീയൊക്കെ ഗേറ്റിന് പുറത്തു നിന്ന് സമരം ചെയ്താൽ മതി. ഇങ്ങോട്ട് കയറി വേടാ. അതെ, ഇത് ഞങ്ങളുടെ അവകാശ. അകത്തേക്കുന്ന 3 ഇങ്ങോട്ട് ഇറങ്ങി വാ. വെറുതെ ഞങ്ങളെ മെനക്കെടുത്തരുത്. വാടാ. മുരളി സാർ വരുന്നുണ്ട്. നമുക്ക് മുരളി സാറിനോട് പറയാം. മുരളി സാറേ, ദേ ഇത് കണ്ടോ? ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക. നമ്മുടെ ആൾക്കാരകത്ത് നിന്ന് നോക്കി. ഫാക്ടറിയും ഗോഡൌണും ഓഫീസും മറ്റ് കെട്ടിടങ്ങളും എല്ലാം പുതിയ താഴും താക്കോൽ ഉപയോഗിച്ച് പൂട്ടിയിരിക്കുക. സത്യമാണിത്. സത്യമാണ് മുരളി സാർ. എന്നാ പിന്നെ എന്തിനാണ് നോക്കിക്കുന്നേ? തകർക്കടാ. നിക്ക്. ആവേശം നല്ല അല്ല മുരളി സാറേ. ഗേറ്റിലോ കമ്പനി വക വസ്തുവകകളിലോ കടന്നു കയറുകയോ നാശനഷ്ടം വരുത്തുകയോ ചെയ്യരുതെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഓർഡറുണ്ട്. ഏത് ക്നാപ്പിലെ ഓർഡർ? സ്റ്റേ ഒന്നുമല്ലല്ലോ. സ്റ്റേ ഓർഡർ ആണ്. കോർട്ട് ഓർഡറിന്റെ കോപ്പിയാ. ശരിക്കും നോക്ക്. ഇതാരുകൊണ്ടൊന്നും തന്നു? അമല തമ്പി. താനിത് കണ്ടിട്ടുമില്ല, വാങ്ങിയിട്ടുമില്ല. നുള്ളി കയറി കത്തിച്ച പ്രശ്നം തീർന്നില്ലേ? CIക്കും SP-ക്കും ഇതിന്റെ കോപ്പി പോയിട്ടുണ്ട്. എടോ, സമരം നടത്തുന്ന കമ്പനി പൂട്ടിക്കാൻ ആർക്കധികാരം? ആരിത് ചെയ്തു? അതറിയില്ല മുരളി സാറേ. ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി എന്താണോ അത് തുടരണമെന്നാണ് കോർട്ട് ഓർഡർ. അത് ലംഘിച്ച പ്രശ്നം ഗുരുതരമാകും. എനിക്ക് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും. കോടതി അലക്ഷ്യത്തിന് ശിക്ഷയും കിട്ടും. ഇത് ഭയങ്കര ചതിയായി പോയല്ലോ. ആരുടെ തലടോ നിന്നെ പുറകെ പ്രവർത്തിച്ചത്? അതെനിക്കറിയില്ല. എനിക്കെന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. സമരം ചെയ്യാന്നുള്ളതേ തൊഴിലാളികളുടെ അവകാശ. അതറിയോ എനിക്ക്? സമരമൊന്നും കോടതി വിലക്കിയിട്ടില്ല. കമ്പനിക്കുള്ളിൽ കയറി സമരം ചെയ്യാൻ പറ്റില്ല. അവിടെ ആരുമില്ല. അല്ലെങ്കിലും സമരങ്ങളൊക്കെ ചെയ്യേണ്ടത് കമ്പനിയുടെ ഗേറ്റിന് മുന്നിൽ നിന്നല്ലേ. അതിനിവിടെ ഒരു തടസ്സവും ഇല്ല. ഞങ്ങൾ സമരം നിർത്തി ജോലിക്ക് കയറാൻ പോവാണെങ്കിലോ? അത് നിങ്ങൾ മാനേജ്മെന്റുമായിട്ട് കൂടിയാലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കമ്പനിയുടെ ഓണർ ജയിലിലാണല്ലോ. പിന്നെ എവിടെ ചെന്ന് കൂടി ആലോചിക്കും? നിങ്ങൾ കണ്ണൂർ സബ് ജയിലിൽ ചെന്ന് കാണണം. ചർച്ച ചെയ്ത് എഗ്രിമെന്റ് ഉണ്ടാക്കണം. ആ എഗ്രിമെന്റ് ഹൈക്കോടതി സബ്മിറ്റ് ചെയ്യണം. അപ്പോ കോടതി സ്റ്റേ ഓർഡർ നീക്കിത്തരും. ഇത് വലിയ കുരിശായല്ലോ. നിങ്ങൾ സമരം തുടർന്നോളുമുള്ളൂ സാറേ. കമ്പനി വക വസ്തുവകകൾക്കും മെഷീനറികൾക്കും സംരക്ഷണം നൽകുക എന്നുള്ളത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. അതെ, നിങ്ങളാരും വിഷമിക്കണ്ട. ഇതിനുള്ള പരിഹാരം ഞാനുണ്ടാക്കിക്കോളാം.
നീ എന്തിനാ എന്റെ പ്ലേറ്റ് എടുത്തേ? അതിങ്ങിതാ, ഞാൻ കഴുകി വെച്ചോളാം. അതങ്ങ് കൊടുത്തേക്ക് മോളെ. അത്രയ്ക്ക് ഗമമുള്ളവരുടെ നമുക്ക് വേണ്ട. ഏയ്, എന്റെ പ്ലേറ്റിങ് തന്നേക്ക്. നീ അങ്ങനെ ഇവിടുത്തെ ജോലിക്കാരിയായി അഭിനയിച്ച് എളിമയൊന്നും കാണിക്കണ്ട. അതിങ്ങനൊരു പാവം കൊച്ച്. അപ്പൊ ഇതോ? ആ, എന്റെ തനി സ്വഭാവം കാണാൻ പോന്നേ ഉള്ളൂ.